ഹായ് ഓൾ പറയാം. ഹായ് ഓൾ, നമുക്ക് ഇന്നൊരു പായസം ഉണ്ടാക്കിയാലോ? ചക്ക പായസം, ചക്കപ്രഥമൻ എന്ന് പറയുന്നത്. ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ചക്ക പായസം. ഹായ് ഗൈസ്, എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ലോങ് വീഡിയോയ്ക്ക് വേണ്ടി ഒരു ഇൻട്രോ എടുക്കാൻ പോയതാണ്. ഇൻട്രോ എടുപ്പ് ഫുള്ള് ബ്ലൂപ്പർ ആയെങ്കിലും കുറേ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റി. അപ്പോൾ തുടങ്ങിയാലോ? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഓണം ഇങ്ങ് വന്നെത്തി, നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ? അത് വെറൈറ്റി ആയിട്ട് ഒരു ചക്ക പായസം. പായസം ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുന്നേ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ചക്ക പായസത്തിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ? നന്നായി പഴുത്ത ചക്ക, വെള്ളം ചേർക്കാതെ ഒത്തിരി പേസ്റ്റ് ആക്കണ്ട, കുറച്ച് തരിയൊക്കെ വരുന്ന രീതിയിൽ പേസ്റ്റ് ആക്കിയത്. പിന്നെ നമ്മൾ വെറൈറ്റി ആയിട്ട് ചക്ക പായസത്തിൽ ശർക്കരയല്ല ചേർക്കുന്നത്, പകരം ഡേറ്റ്സ് വെള്ളത്തിൽ കുതിർത്ത് അരച്ചു വെച്ചത്, 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്, ഏലക്കാപ്പൊടി, ചുക്ക്, പിന്നെ ഗാർണിഷിങ്ങിനായി തേങ്ങാക്കൊത്ത്, കാഷ്യൂനട്ട്, കിസ്മിസ്. അത്യാവശ്യം ചുവട് കട്ടിയുള്ള ഒരു പാത്രം വേണം നമ്മൾ ഇതിനു വേണ്ടി എടുക്കാൻ. അതും തന്നെ ചക്ക ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ചക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെക്കാം. ആദ്യം 1 കപ്പ് വെള്ളം, 1 കപ്പ് വെള്ളം ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചക്ക വെന്ത് നന്നായി ഒന്ന് തിള വരുന്നിടം വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. നന്നായി തിളച്ച ചക്കയിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് കൂടി ചേർക്കാം. ഇനി നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. എന്നിട്ട് നന്നായി ഒന്ന് കുറുകി വരണം. കുറച്ചൊന്ന് കുറുകി കഴിയുമ്പോൾ നമുക്ക് നെയ്യ് ചേർക്കാം. നെയ്യ് ചേർത്ത് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് നമുക്ക് കുറുക്കിയെടുക്കാം. ഏകദേശം വരണ്ട്, നന്നായി വഴറ്റിയെടുക്കണ്ട. ഈ ഒരു പാകമാകുമ്പോഴത്തേനും നമുക്കിതിലേക്ക് 3-ാം പാല് ചേർക്കാം. നമുക്ക് 3-ാം പാല് ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാലിൽ കടന്നൊന്ന് കുറച്ച് വറ്റി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം 2-ാം പാല്, 1-ാം പാല് ആ ഓർഡറിൽ ചേർത്ത് കൊടുത്ത് ഇളക്കാം. 2-ാം പാലോട് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നന്നായി യോജിപ്പിച്ച് ഇതൊന്ന് കുറുകി വരാൻ വേണ്ടി 2-ാം പാലൊന്ന് കുറുകി വരുന്ന ടൈമിൽ നമുക്ക് തേങ്ങാക്കൊത്ത്, കാഷ്യൂനട്ട്, കിസ്മിസ് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1-ാം പാൽ ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി, ചുക്കുപൊടി, ഇനി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഗാർണിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇടാം. അങ്ങനെ നമ്മൾ പായസം റെഡി. അപ്പൊ പായസം റെഡിയായി, നമുക്ക് ടേസ്റ്റ് ചെയ്താലോ? പപ്പടം വെച്ച്, പഴവും വെച്ച്, പായസം കഴിക്കേണ്ട രീതിക്ക് തന്നെ നമുക്ക് കഴിച്ചു നോക്കാവേ. സൂപ്പർ. ഡേറ്റ്സ് ഇടുമ്പോൾ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു മധുരം വരുമോന്ന്. അടിപൊളി പായസം, എല്ലാരും ട്രൈ ചെയ്യണേ. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.